ഹബീബായ ഹദീസുല്ലേ, ഹദീസ് എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്തിനാ കെട്ടിവാണുന്നത്? അങ്ങനെ പലരും പല ഹദീസും പറഞ്ഞവരെ പണ്ഡിതന്മാരെ സ്ഥാപിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഹദീസിന് മുസ്തലഹുൽ ഹദീസ്, ഹദീസിന്റെ നിദാന ശാസ്ത്രം എന്നൊരു ശാസ്ത്രശാഖ തന്നെ ഉണ്ടായത്. ആ ശാസ്ത്രശാഖ ഉള്ള കാലത്ത് തന്നെ തിരുനബിയുടെ പേരിൽ ആൾക്കാർ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമല്ലേ? ആ കാലഘട്ടത്തിലെ കള്ള ഹദീസിന് ഉദാഹരണമായി ഈ മുസ്തലഹുൽ ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിന്റെ കിതാബ് പഠിച്ചാൽ അതിലുണ്ടല്ലോ ചില ഉദാഹരണങ്ങൾ. ഒരു കച്ചവടക്കാരൻ വഴുതനങ്ങ വിൽക്കാൻ വെച്ചതായിരുന്നു. വഴുതനങ്ങ ബാധിച്ച ആർക്കെങ്കിലും അങ്ങനെ വേണ്ട. വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ വേണ്ടത് മനസ്സിലാവില്ലേ? ആ അപ്പൊ അവനെ ഹര കൂടിയിട്ട് വന്നിട്ട് അക്കലൽ ബാധിഞ്ചാന ദഖൽ ജന്ന ഖാല റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് പറഞ്ഞിരിക്കുന്നു വഴുതനങ്ങ തിന്നാ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നു. കച്ചവടം കൂടി വിളിക്കൂലേ? അന്ന് മുതലേ ഉള്ളതാണ് ഈ പണി. നാട്ടിൽ അറിയാമോ? അപ്പൊ ഹദീസാണെന്ന് ഏതോ ഒരു ഷെയ്ഖ് പറഞ്ഞാൽ അതൊക്കെ ഹദീസാണ്. എവിടുന്നോ എന്തോ താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. അതൊക്കെ റസൂലുള്ളാഹിയാണെന്ന് പറയുന്നത് പിന്നാലെ ഓടുക. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങളൊരു മാർക്കറ്റിൽ ഇറങ്ങിയാൽ വില നോക്കിയിട്ട് സാധനത്തിന്റെ ഗുണം നോക്കി വാങ്ങുന്ന ആ ബുദ്ധി ഈ മാർക്കറ്റിൽ എന്തേ നിങ്ങൾ പ്രയോഗിക്കാത്തത്? അപ്പൊ നിങ്ങൾ ആരെയാണ് കളിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ പ്രശ്നക്കാർ? അള്ളാന്റെ ദീനാണോ പ്രശ്നം? അങ്ങാടിയിൽ പാളയം മാർക്കിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ സാധനം വാങ്ങുന്നത് എവിടെന്നാ ലാഭത്തിൽ കിട്ടുക? എവിടെയാണ് മാന്യമായ സാധനം കിട്ടുക? വില കുറവാണെങ്കിലും തൂക്കം ശരിയാകുമോ? തൂക്കവും നല്ല സാധനവും മിതമായ എവിടെ കിട്ടും എന്നൊക്കെ ബുദ്ധി പ്രയോഗിച്ച് വാങ്ങി ദിവസം വീട്ടിൽ കൊണ്ടുപോകുന്ന കുത്തരെ നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ എന്തേ വില നിലവാരവും സാധനത്തിന്റെ ഗുണമേന്മയും അതിന്റെ അടിസ്ഥാനപരമായ ക്വാളിറ്റിയും അതിന്റെ അളവും തൂക്കവും അതിന്റെ മുൻതൂക്കവും മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? ഇത് നിങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത്? അപ്പൊ പ്രശ്നം ശരിക്കും ശ്രദ്ധിക്കണം. നിർബന്ധം. അങ്ങനെ നിങ്ങൾ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ തിരിഞ്ഞെടുത്താലും വാ എങ്കിലും അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പോഴേ അള്ളാന്റെ സ്നേഹം കിട്ടും. അള്ളാഹ് സ്നേഹിക്കുന്നവരെ റസൂലുള്ളാഹി സ്നേഹിക്കും. പക്ഷെയൊന്നും വേണ്ട. അള്ളാഹ് വെറുക്കുന്നവരെ റസൂലുള്ളാഹി സ്നേഹിക്കാൻ പറ്റും. പോയില്ലേ കാര്യം? രണ്ടാൾ രണ്ട് റൂട്ടിന് പോകുമോ? പോവില്ലല്ലോ. തിരുനബിയുടെ റൂട്ടിലൂടെ അള്ളാഹുവിലേക്ക് പോകാനല്ലേ പറ്റൂ. അള്ളാഹ് ഒരു റൂട്ടിലും റസൂലുള്ളാഹി നഅൂദുബില്ലാ അങ്ങനെ പറയാൻ പോലും പാടുണ്ടോ? നമുക്ക് പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള വഴി ഹബീബായ റസൂലുള്ളാഹി കാണിച്ച വഴിയിലൂടെ പോകലാണെങ്കിൽ, ഹബീബായ റസൂലുള്ളാഹി കാണിച്ച വഴിയിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും. അതുകൊണ്ട് റസൂലിന്റെ സ്നേഹം കിട്ടും. മുഴുവൻ വിശ്വാസത്തിന്റെ സ്നേഹം കിട്ടും. സ്വർഗത്തിലേക്ക് വഴി തുറക്കും. ഇത് വളരെ സ്ട്രൈറ്റ്. ഇതാണ് സിറാത്തുൽ മുസ്തഖീം. ഇതാണ് ശരിയായ പാത. അവിടെയാണ് ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളാണെന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ടി വരും. ബാക്കിയുള്ളതിലൊക്കെ ബുദ്ധി ഉണ്ടാവുകയും ഇവിടെ മന്ദബുദ്ധിയാവുകയും ചെയ്യും. ബാക്കിയുള്ളതിന് ഇത്തിരി മന്ദബുദ്ധിയായാലും നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം, വാങ്ങിയ കൈപ്പൊക്ക കൊള്ളാത്തതായി തോന്നും, വാങ്ങിയ അരി കുടുകുത്തിയതായി എന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ അവിടെ മന്ദബുദ്ധിയായാൽ. പക്ഷെ ഇവിടെ മന്ദബുദ്ധിയായ സ്വർഗ്ഗമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി കാണിച്ച വഴിയിൽ നിങ്ങൾ പിന്തുടർന്ന് പോയാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹ് സ്നേഹിച്ചാലോ അപ്പൊ അവിടെയാണ് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്ത് റഊഫുൽ ഇബാദ് പറഞ്ഞില്ലേ? അള്ളാഹ് ശരിക്കും മനസ്സിലാക്കി അംഗീകരിച്ച് ആ വഴിക്ക് പോകുന്ന ദാസന്മാർക്ക് അള്ള കാരുണ്യം കാണിക്കുന്നു പറഞ്ഞില്ലേ? ആ കാരുണ്യം അവിടെ ഹാജരാക്കപ്പെടുമ്പോ നമ്മുടെ തിന്മകൾ അത് നമുക്ക് പുറത്തു തരില്ല. അത് കിട്ടുന്നത് ഇങ്ങനെയാണെന്നാ പറയുന്നത്. പരസ്പരം വലിയ ബന്ധമുണ്ട് ഈ ആയത്തുകൾ തമ്മിൽ. വെറുതെ മനസ്സിലാക്കരുത്. അല്ലാഹു റഊഫുൽ ഇബാദ് എന്ന് നേരത്തെ ആയത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അള്ളാഹ് അവന്റെ ദാസന്മാർക്ക് പുറത്തു കൊടുക്കും. അവന്റെ ദാസന്മാരാരാ? അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ വഴിയെ പിൻപറ്റുന്നവർ.
നിങ്ങളിൽ ആരും വിശ്വാസികളാവുകയില്ല. നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇച്ഛ, നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഈ കൊണ്ടുവന്ന ദീനിന്റെ താല്പര്യത്തോട് യോജിക്കാത്ത കാലത്തോളം നിങ്ങൾ ആരും മുക്തിയാവില്ല. അത് കൃത്യല്ലേ? ഈ ഹദീസ് എഴുതി പോക്കറ്റ് കിടക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. റബീഉൽ അവ്വൽ പ്രത്യേകിച്ചും ഈ ഹദീസ് പോക്കറ്റ് കിടക്കണം. കാരണം എന്താ? അല്ലെങ്കിൽ വഴി മാറിപ്പോയി കളയും. ഞാൻ ഈ കൊണ്ടുവന്ന ദീൻ, നേരത്തെ പറഞ്ഞ ആ വിശ്വാസക്രമം മുതൽ അതിന്റെ അങ്ങേയറ്റം വരെ ആ വഴി റസൂലുള്ളാഹിയുടെ താല്പര്യം, ഈ ദീനിന്റെ താല്പര്യം അതായിരിക്കണം നമ്മുടെ താല്പര്യം. നമുക്ക് നമ്മുടെ താല്പര്യം ഇസ്ലാമിന്റെ താല്പര്യം ഏറ്റുമുട്ടാൻ പാടില്ല. നമ്മൾ ഒരേ കൂട്ടിലായിരിക്കും. ഇസ്ലാമിന്റെ താല്പര്യവും നമ്മുടെ താല്പര്യം ഒരേ വഴിയിൽ സ്വീകരിക്കണം. ഇന്നത് പറ്റാത്തത് കൊണ്ടാണ് ആളുകൾ കുറുക്കുവഴി തേടുന്നത്. അപ്പൊ ചിന്തിക്കുക എന്താണ്? അതെ, സ്വർഗത്തിലേക്ക് എങ്ങനെ കിടക്കണം. അപ്പൊ എന്താ ചെയ്യുക? കുറെ നിസ്കരിച്ചു നോക്കാം, കുറെ ഹജ്ജ് ചെയ്യാം, കുറെ ദിക്റും ചൊല്ലാം, കുറെ ദുആ സമ്മേളനം, ഏത് ദുആ സമ്മേളനത്തിൽ പോയി നോക്കാം. അങ്ങനെ ഇത്ര എളുപ്പല്ലേ? ഇതിനൊക്കെ വല്ല പണിയുണ്ടോ? നിങ്ങൾ നേരെ റസൂലുള്ളാഹി കാണിച്ച വഴിയിൽ ജീവിച്ചു നോക്കൂ. ഹറാം പറ്റാതെ ഹലാലായ സമ്പാദനം, ഭാര്യയെയും മക്കളെയും നന്നായി സ്നേഹിച്ചു, ഇസ്ലാമിന്റെ വഴിക്ക് അവർ നടത്തി, മാതാപിതാക്കളെ പരിഗണിച്ചു, അടുത്ത കുടുംബം, അകന്ന കുടുംബം, അടുത്ത അയൽപ്പക്കം, അകന്ന അയൽപ്പക്കം മര്യാദകൾ പാലിച്ചു. നിങ്ങളുടെ സ്വകാര്യതയിൽ പോലും നിങ്ങൾ അശ്ലീല അനാശന വഴിക്ക് പോവാതെ നമ്മുടെ സ്വതന്ത്രതയെ, നമ്മുടെ സുഖലോലുപതയെ തടഞ്ഞു നിർത്തി പഠിച്ചവൻ കാണുന്ന ബോധത്തോടുകൂടി ജീവിച്ചു സമൂഹത്തിൽ മനുഷ്യരോട് മനുഷ്യപറ്റോടെ പെരുമാറി നമുക്ക് മനസ്സിലായ ദീൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ദീനിൻ്റെതായ മാർഗത്തിൽ അതിന്റെ പ്രബോധന പ്രചാരണ സംരംഭത്തിൽ നമ്മുടെ പങ്ക് നിർവഹിച്ചു. നമ്മൾ എവിടെയായിരുന്നാലും ഇസ്ലാമിന്റെ ധർമ്മം, നീതി മുഖപിടിച്ചു. അത് സെക്രട്ടറിനകത്തായിരുന്നാലും വീട്ടിലായിരുന്നാലും വാർഡ് മെമ്പറായിരുന്നാലും നിയമസഭക്കാരുടെ മന്ത്രിക്കസേലായിരുന്നാലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോസ്റ്റിലായിരുന്നാലും എവിടെയായിരുന്നാലും സത്യവും നീതി ധർമ്മവും മുഖം പിടിച്ച് നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോകുകയാണെങ്കിൽ എത്ര സുഖമുള്ള പരിപാടിയാണ്. അതല്ലേ ഈ പറഞ്ഞ ലളിതമായ കാരണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അതിന് തയ്യാറാകുന്നതിന് പകരം എന്തെല്ലാം കളിയാണ് നിങ്ങൾ കളിക്കുന്നത്? നിങ്ങളുടെ താല്പര്യമല്ലേ നിങ്ങൾക്ക് വലുത്. അപ്പൊ നിങ്ങളുടെ താല്പര്യത്തെ നടപ്പാക്കാൻ നിങ്ങൾ അവസാനം കൊണ്ടുപിടിക്കുകയാണ്. അതിന് നിങ്ങൾ തക്ബീർ പറയുന്നു, അല്ലെങ്കിൽ തക്ബീർ പിടിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇസ്ലാമിന്റെ ആളായിട്ട് നിൽക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് ഇസ്ലാം എവിടെ ചോദിച്ചാൽ ചോദിക്കരുതെന്നാണ് മറുപടി. ചോദിച്ചവരെ തട്ടും എന്നാണ് ഇതിനുള്ള പ്രശ്നം. ഇങ്ങനെ നിങ്ങൾ പോകേണ്ട കാര്യം എന്താ? നിങ്ങളുടെ വഴി വളരെ എളുപ്പമല്ലേ എന്നാണ് ഈ പറയുന്നത്. അത്രയും കൃത്യമാണെന്ന് ഇത്രയും പറഞ്ഞെങ്കിലേ മനസ്സിലാവും. അപ്പൊ അത്രയും കൃത്യമായിട്ട് ഈ വഴിക്ക് അങ്ങ് പോകണം. നിങ്ങളുടെ താല്പര്യം ഇസ്ലാമിന്റെ താല്പര്യം ഒന്നാണ്. അതാണ് തബഅ എന്ന് പറഞ്ഞാൽ ഇത്തബാ, ഇത്തിബാ എന്ന് പറഞ്ഞാൽ അതേ ഇത്തബാ പ്രയോഗം തന്നെ ഒരേപോലെ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ, ഞാൻ കൊണ്ടുവന്ന ഈ ദീനിന്റെ താല്പര്യവും നിങ്ങളുടെ താല്പര്യവും ഒന്നായി നിൽക്കുമ്പോഴേ നിങ്ങൾ വിശ്വാസികളാവുകയുള്ളൂ. ഇവിടുത്തെ പ്രശ്നം മതവിശ്വാസികളിൽ കാണുന്നത് അവർ മതവിശ്വാസത്തിന്റെ താല്പര്യത്തിന്റെ എതിർ സൈഡിലാണ്. വിശ്വാസത്തിന്റെ താല്പര്യം ഒരു ഭാഗത്ത്, വിശ്വാസികൾ മറുഭാഗത്ത്. പിന്നെ ഇവരെന്തിനാ വിശ്വാസികളാകുന്നത്? അത് അവരുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നടന്നിരിക്കാൻ. അങ്ങനെ അപ്പൊ നിസ്കരിക്കുന്നതിനാ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. എന്തിനാ ചർച്ചയിൽ പോകുന്നത്? അത് ദൈവത്തിന്റെ ഒരു പിന്തുണക്ക വേണം. എന്തിനാ അമ്പലത്തിൽ? അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പരീക്ഷ എന്ന കുട്ടികൾക്ക് വലിയ പരീക്ഷ ജയിച്ചു. കള്ളക്കടത്തുകാരൻ ഭയങ്കര ദുആണ്. വണ്ടിയൊക്കെ പുറപ്പെട്ടാൽ തടസ്സം വരാൻ പാടില്ല, പ്രാർത്ഥന. എന്നിട്ടോ ചെക്ക് പോസ്റ്റിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള എല്ലാ മതക്കാരുടെയും പണ്ടാര പട്ടികളിൽ ഗാന്ധി നടക്കും. ഗാന്ധി 500 നമുക്ക് തിരിയിട്ടുണ്ടോ? കടന്നു കിട്ടാനാണ്. കടന്നു കിട്ടിയാൽ നന്ദി കാണിച്ചാലോ അല്ലേ? അതാണ് നടക്കുന്നത്. അതാണ് നടക്കുന്നത്. ജയിച്ചു കിട്ടാൻ എന്തെല്ലാം കളികളിക്കും. അണ്ടർഗ്രൗണ്ടിൽ വേറെ കളികളിക്കും, ഇപ്പുറത്ത് ജനങ്ങളുടെ മതത്തിന്റെ കളികളിക്കും, അപ്പുറത്ത് പോയിട്ട് എല്ലാവരുടെയും അനുഗ്രഹമാകും. ഇതൊക്കെ എന്തിനാ? അപ്പോ പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആളുകൾ രസിക്കാത്തത്. അപ്പൊ നമ്മുടെ താല്പര്യം
ഞാനിതാ പൂർണ്ണമായും അള്ളാന്റെ കൽപ്പനയ്ക്ക് വിധേയനായിരിക്കുന്നു, അവനും തവണങ്ങനെ പിൻപറ്റുന്നവരും അവിടെ നമ്മുടെ ഇസ്ലാം സമർപ്പണമാണെന്ന് വിശദീകരിച്ചു. എന്നിട്ട് ആയത്തിന്റെ പ്രശ്നം നിങ്ങൾ നോക്കൂ, നേരത്തെ വിശദീകരിച്ചുള്ളതിലേക്ക് കടക്കുന്നില്ല. അതിൽ വേറെ നൽകപ്പെട്ട യഹൂദരെ, ക്രൈസ്തവരെ, അതുപോലെ തന്നെ ഉമ്മിയെ, മക്കക്കാരായ ആ സമൂഹത്തെ പിടിച്ചുവരാ മക്കക്കാരായ വിശ്വാസികളെ, അല്ലെങ്കിൽ ആ എഴുത്താളിൽ വിശദീകരണം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ടവരെ ആ അസ്ലമത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായി വിധേയരാകാൻ തയ്യാറുണ്ടോ? ചോദ്യം ഇവിടെ ഇല്ല. നിങ്ങൾ ഈ മാർഗവുമായി താതാത്മ്യം പ്രാപിക്കാൻ തയ്യാറുണ്ടോ? അതോ തെളിച്ചു നിൽക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അങ്ങനെ തയ്യാറുണ്ടെങ്കിൽ ഫൈൻ അസ്ലമു, നിങ്ങൾ പൂർണ്ണമായും അല്ലാഹുവിന്റെ ദീനിന് വിധേയപ്പെടാൻ തയ്യാറാണെങ്കിൽ അപ്പോഴേ നിങ്ങൾ സന്മാർഗത്തിലാവും. അല്ലെങ്കിലോ ഫൈൻ തവല്ലു, അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഫൈനമാണ് അലൈക്കൽ ബലാഗ്, ഈ കാര്യം വരെ അറിയുന്ന പണിയാണ് പ്രവാചകരെ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു ബസീറുൻ ബിൽ ഇബാദ്, അവന്റെ ദാസന്മാർ എന്ത് ചെയ്യുന്നു അവൻ നോക്കിക്കോളും, അവൻ ഇടപെടുകയും ചെയ്തു. അപ്പൊ അവിടെ ഇസ്ലാം സമർപ്പണം എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗത്തിൽ നമ്മെ സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറുണ്ടാവണം. നിങ്ങൾ പ്രവാചക തിരുമേനിയെ ആ നിലക്ക് അംഗീകരിക്കണം, പിൻപറ്റണം. കഴിഞ്ഞില്ല, വീണ്ടും അടുത്ത പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കുക. നിങ്ങൾ ആവർത്തിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകരെയും അനുസരിക്കുക. അനുസരിക്കുക നമ്മൾ അംഗീകരിച്ചാൽ അല്ല ശരി, പ്രവാചകൻ ശരി എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്നേഹം, പ്രവാചക സ്നേഹത്തിൽ പ്രഖ്യാപിച്ചാൽ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അള്ളാഹ് അവിടെയാണ് ഊന്നുന്നത്, ഇസ്ലാം അവിടെയാണ് ഊന്നിയത്. നേരത്തെ ഇത്തിബാൾ പിൻപറ്റാൻ പറഞ്ഞു, ഇവിടെ അത്തിയോ ഇത്താഴത്തും പറഞ്ഞു. പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞിരിക്കുക, അത്തിയോ അവർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, ആ റസൂൽ ഈ പ്രവാചകൻ മുഹമ്മദ് നബിയെയും അനുസരിക്കുക. ഇത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവിടെ ഇസ്ലാം പറഞ്ഞപ്പോൾ ഇതേ പ്രയോഗ അസ്ലമു, നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പിന്തിരിയാണെങ്കിൽ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ അത്തിയോട് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, അതില്ല നിങ്ങൾ പിന്തിരിയാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ കാഫിരീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ കാഫിരീങ്ങളാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത് ആരോടായി പറയുന്നത്? ആരോടാ? വിശ്വാസികളോടാ. വിശ്വാസി എങ്ങനെ കാഫിറാക്കും? പഠിക്കേണ്ട പാടാണ്. വിശ്വാസികളാണ് മുഅ്മിനീങ്ങൾ എന്നല്ലേ അർത്ഥം? ആണ്. മുഅ്മിനീങ്ങൾ എങ്ങനെ കാഫിരീങ്ങളാകും? നമുക്കിത് തിരിയാത്ത ഒരു സമസ്യയായി നിലകൊള്ളാണ്. എന്നാൽ ഇത് ശരിക്കും കാര്യങ്ങൾ മനസ്സിലായിട്ട് ആ വഴിക്ക് പോകാത്തവനാണ് ശരിക്കും കാഫിർ. അവനാണ് ശിക്ഷകർഹൻ. മറ്റവൻ അറിയാത്തവൻ മുസ്ലിം സുഹൃത്ത്, നമ്മുടെ സഹോദരൻ, അവനെ കാഫിർ വിളിക്കരുത് 100 തവണ ആലോചിക്കണം. കാരണം അവന് അറിയില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും അവന്. നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ കാഫിരീങ്ങൾ. കാര്യങ്ങൾ അറിഞ്ഞിട്ടും കളിക്കുന്ന കളി വല്ലാത്ത കളിയല്ലേ? എന്തെല്ലാം കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല പറയാം, നിങ്ങൾ അനുസരിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തയ്യാറില്ലേ? തയ്യാറില്ലെങ്കിൽ നിങ്ങൾ കാഫിരീങ്ങളാണ്. കാഫിരീങ്ങൾ അവരെ ഇഷ്ടപ്പെടില്ല. ഈ ആയത്തിൽ വളരെ വ്യക്തമായ തെളിവല്ലേ? നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചക തിരുനബിയെയും അനുസരിക്കുക. ഇതാണ് ആരാധന മാത്രം കൊടുത്താൽ പോരാ, ദിക്റും സ്വലാത്തും മാത്രം പോരാ, അനുസരിക്കാൻ പറ്റണം. എല്ലാ രംഗത്തും അനുസരിക്കാൻ പറ്റണം. ഞങ്ങൾ